ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 80ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതല് നമ്മള് ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ പോവുകയാണ്. ക്യാൻ ഇംഗ്ലീഷ് ഭാഷയിലെ മഹാമാന്ത്രികനാണല്ലോ. നമുക്ക് ക്യാനിനെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേട്ടോ, നമുക്ക് ക്യാനിന്റെ പ്രസന്റ് ടെൻസ് എന്താണ്? ക്യാനിന്റെ പ്രസന്റ് ടെൻസ് ക്യാൻ തന്നെ. ക്യാനിന്റെ ഫ്യൂച്ചർ ടെൻസ് എന്താണ്? ഭാവി കാലം, അതും ക്യാൻ തന്നെ. ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം എന്താണ്? കുഡാണ്. എന്താണ് ഈ വാക്കുകളുടെ വിവിധ ടെൻസുകളിലുള്ള അർത്ഥങ്ങളുടെ വ്യത്യാസം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്യാൻ എന്ന വാക്ക് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് രണ്ട് അർത്ഥമുണ്ടെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പറഞ്ഞത്. എന്തൊക്കെയാണത്? കഴിയുന്നു, കഴിയുന്നുണ്ട്. അതിന്റെ ഫ്യൂച്ചർ ആണ്, ഭാവിയാണ്, കഴിയും. അതിന്റെ പാസ്റ്റ് ആണ്, കഴിഞ്ഞു. ഒരു വാചകം മാഷെന്ന് പറയാം. എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നു. വേണ്ട, ഇപ്പോൾ ഉള്ള കാര്യമില്ല. എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നു. വേണ്ട, ഇപ്പോൾ ഉള്ള കാര്യം. അല്ലെങ്കിൽ എന്താണ്? എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. വേണ്ട, ഇപ്പോഴത്തെ കാര്യം, പ്രസന്റ്. ഇനി ഫ്യൂച്ചർ പറയുമല്ലോ, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും. എപ്പോ ശബ്ദം ഉണ്ടായിക്കോട്ടെ, അത് എനിക്ക് കേൾക്കാൻ കഴിയും. അത് ഭാവിയിൽ നടക്കാൻ പോണ കാര്യമാണ്. ശബ്ദം ഉണ്ടായാൽ എനിക്ക് കേൾക്കാൻ കഴിയും എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അതിന്റെ പാസ്റ്റ് എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. വേണ്ട, അതിന്റെ സംഭവം എനിക്ക് കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ആദ്യത്തെ അർത്ഥം മനസ്സിലായല്ലോ. എന്നാൽ ഇതേ വാക്കുകൾ തന്നെ വ്യത്യസ്തങ്ങളായ ഒരുപാട് മലയാള വാക്കുകൾക്ക് വേണ്ടി എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം എന്താണ്? ഇപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കണം. ഏതെല്ലാം മലയാള വാക്കുകൾക്കാണ് ക്യാൻ ഉപയോഗിക്കുന്നത്, ഏതെല്ലാം മലയാള വാക്കുകൾക്കാണ് കുഡ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ എന്താണ് വിസ്തരിച്ചത് മനസ്സിലാക്കി വയ്ക്കണം. കണ്ടു നോക്കാം. നമ്മള് അടുത്ത രണ്ട് വാക്കുകൾ എന്താ? പറ്റുന്നു, പറ്റുന്നുണ്ട്. ഈ കഴിയുന്നു, കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് തുല്യമാണ് ഈ രണ്ട് വാക്കില്. എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നു, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നു, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. കണ്ട, അത് വേറെ രണ്ട് വാക്കുകൾ നോക്കിയേ. എനിക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ട, ഈ 6 വാക്കുകള് ക്യാനിന്റെ പ്രസന്റിൽ വരുന്ന, വർത്തമാനകാലത്തിൽ വരുന്ന വാക്കുകളാണ്. ഈ 6 വാക്കുകളുടെ അർത്ഥം കിട്ടാനും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ക്യാൻ എന്ന വാക്ക് ഉപയോഗിച്ചാലും മതി. മനസ്സിലായോ? കഴിയും, കഴിയുന്നു മാത്രമല്ല, എന്താണ്? അല്ലെ, കഴിയും, കഴിയുന്നുണ്ടെന്ന്, അല്ല, കഴിയുന്നു, കഴിയുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ 6 വാക്കുകൾക്കും ക്യാൻ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. ഇനി ക്യാനിന്റെ ഫ്യൂച്ചർ എന്താണ്? കഴിയും, അല്ലെ? അതിനുള്ള അർത്ഥമാക്കി എന്താ? പറ്റും. അല്ല, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും. അല്ല, ഭാവിയില് എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും. ശബ്ദം ഉണ്ടാവട്ടെ, കേൾക്കാൻ പറ്റും എന്നർത്ഥം. അല്ല, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കും. ശബ്ദം ഉണ്ടാകട്ടെ, അപ്പൊ എനിക്ക് കേൾക്കാൻ സാധിക്കും. കണ്ട, ഈ 3 വാക്കുകൾ. അപ്പൊ എന്താ? കഴിയും, പറ്റും, സാധിക്കും. ചുരുക്കി പറഞ്ഞാല് 9 മലയാള വാക്കുകള് പറയുന്നതിന് പകരം നമുക്ക് എന്താണ്? ഈ ക്യാൻ എന്ന് പറയുന്ന ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ മതി. മനസ്സിലായല്ലോ? ക്യാൻ എന്നൊരു ഒറ്റ വാക്കുമേ 9 മലയാള വാക്കുകൾക്ക് പകരം വയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഏതൊക്കെയാണ്? കഴിയുന്നു, കഴിയുന്നുണ്ട്, പറ്റുന്നു, പറ്റുന്നുണ്ട്, സാധിക്കുന്നു, സാധിക്കുന്നുണ്ട്, കഴിയും, പറ്റും, സാധിക്കും. ഓക്കെ. ഇനി മാഷ് ഇത് രണ്ടും, ക്യാനിന്റെ പ്രസന്റും ഫ്യൂച്ചറും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട്
ഇത് രണ്ടുമാണ് ആദ്യം എടുക്കുന്നത്. ക്യാനിന്റെ പ്രസന്റ് ഫ്യൂച്ചറും ആദ്യം എടുക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏത് എടുക്കും? കുഡാണ് എടുക്കുക. കുഡിന്റെ അപ്പൊ 3 മലയാളം എന്തായിരിക്കും? കണ്ട, കഴിഞ്ഞു. അപ്പൊ പറ്റും, പറ്റി. സാധിക്കും, സാധിച്ചു. എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അതേ അർത്ഥമാണ് എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റി. അതേ അർത്ഥമാണ് എനിക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന ക്രമം ക്യാനിന്റെ പ്രസന്റും ഫ്യൂച്ചറും ഒരുമിച്ച് എടുക്കും. അതിനപ്പം തന്നെ എടുക്കും, കുഡ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുണ്ടോ, ഇത് രണ്ടും ഒരു ടീമായതുകൊണ്ട് ക്യാൻ ബി. അപ്പൊ ഇവിടെ ക്യാൻ ബി, ഇവിടെ രണ്ടു തരം ക്യാൻ ബി ഇല്ല, ഒരു രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത്? ക്യാൻ ബി. കണ്ട, അപ്പോൾ എന്താണ്? കുഡ് ബി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഇനി വരുന്നൊരു ക്ലാസ്സിൽ ക്യാൻ ബിയും കുഡ് ബിയും ഒരുമിച്ച് എടുക്കും. ഒറ്റ ക്ലാസ്സിൽ രണ്ടും പറയും. കാരണം ഇവര് തമ്മിൽ കുറെ ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ കാര്യമായിട്ട് വ്യത്യാസമില്ല ഇതിന്റെ പറച്ചിലുകളിൽ. അപ്പൊ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും ഓർമ്മയിലാക്കാനും നല്ലത്. അത് കഴിഞ്ഞാലോ ക്യാൻ ഹാവും കുഡ് ഹാവ് ഒരു ക്ലാസ് എടുക്കും. പിന്നത്തെ ഒരു ക്ലാസ്സിൽ ക്യാൻ ഹാവ് ബീനും കുഡ് ഹാവ് ബീനും എടുക്കും. ഇതിലെടുത്ത് കഴിയുമ്പോഴാണ് എന്ത്? ക്യാനും കുഡും കഴിയാം. ഓക്കെ, ഇനി നമുക്ക് ക്യാൻ ഉപയോഗിച്ച് ഇംഗ്ലീഷ് വാചകങ്ങൾ ഉണ്ടാക്കാനുള്ള നിയമം എന്താണ് പരിശോധിക്കാം. ആദ്യം ക്യാനിന്റെ പ്രസന്റും ഫ്യൂച്ചർ ഉപയോഗിക്കാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെ? എല്ലാ അർത്ഥങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 9 അർത്ഥം എന്താണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിയമം എന്താന്ന് നോക്കാം. ആദ്യം നമ്മള് സബ്ജക്ട് എഴുതാം. മുൻപൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് എഴുതിയിരുന്നത്, അല്ലെ? എപ്പൊ ഇംഗ്ലീഷ് വാചകം എഴുതുമ്പോൾ നമ്മൾ എന്താണ്? ആദ്യം സബ്ജക്റ്റ് ആണ് എഴുതിയിരുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ്? നമ്മുടെ ക്യാൻ എന്ന വാക്ക് നമ്മൾ എഴുതണം, അല്ലെങ്കിൽ പറയണം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നാം നമ്പർ ക്രിയ അഥവാ V1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ക്രിയകളുടെ V1, V2, V3, V4, V5, V6 എന്നിവ വിശദമായിട്ട് പഠിച്ചിരുന്നു, അല്ലെ? അതിൽപ്പെട്ട V1 ക്രിയകളാണ് ഇവിടെ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അതില് ഒബ്ജക്ട്. അപ്പൊ നിയമം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് ഒന്നാം നമ്പർ ക്രിയ അഥവാ V1 പ്ലസ് ഒബ്ജക്ട് എന്നതാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പുതിയ നിയമം. ഈ സമയത്ത് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞ 2 നിയമങ്ങള് നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഓരോ സമയത്തും എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചു തീർന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ഐഡിയ കിട്ടാൻ നല്ലതാണെന്ന് മാഷിന് തോന്നുന്നുണ്ട്. അതുപോലെ ചില കുട്ടികള് എന്നോട് പറയണ്ടായിട്ടുണ്ട്, മെസ്സേജ് വഴി പറയണ്ടായിട്ടുണ്ട്. അപ്പൊ നോക്കുക, നമ്മൾ നിലവിൽ 2 റൂളാണ് പഠിച്ചു കഴിഞ്ഞത്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം ഏറ്റവും നമ്മൾ പഠിച്ചത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട് എന്ന റൂളാണ് പഠിച്ചത്, അല്ലേ? ആ നിയമം ഉപയോഗിച്ച് ഏതെല്ലാം സഹായിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചു? ഈസ്, ആറ്, ആം ഉപയോഗിച്ചുള്ള വാചകങ്ങൾ, വാസ്, വേറെ ഉപയോഗിച്ചുള്ള വാചകങ്ങൾ, വിൽ ബി, വുഡ് ബി ഉപയോഗിച്ചുള്ള വാചകങ്ങൾ, ഹാസ്, ഹാവ് ഉപയോഗിച്ചുള്ള വാചകങ്ങൾ, ഹാഡ് ഉപയോഗിച്ചുള്ള വാചകങ്ങൾ, വിൽ ഹാവും വുഡ് ഹാവ് ഉപയോഗിച്ചുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ എല്ലാം തന്നെ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് എന്ന് പറയുന്ന ഈ നിയമമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച അടുത്ത നിയമമാണ് വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് സബ്ജക്ട്. വെർബിനെ ആദ്യം വയ്ക്കുന്നു, സബ്ജക്റ്റിനെ രണ്ടാമത് വയ്ക്കുന്നു. ഇവിടെ സബ്ജക്ട് ആദ്യം, വെർബ് രണ്ടാമത്. ഇവിടെ വെർബ് ആദ്യം, സബ്ജക്ട് രണ്ടാമത്. എന്നിട്ട് പഠിച്ചതൊക്കെയാണ് there is, there are, there was, there were, there will be, there would be. വേണ്ട, ഈ വാക്കുകൾ ഉപയോഗിക്കാനാണ് നമ്മൾ അങ്ങനെ പഠിച്ചത്. നമ്മുടെ മുൻപത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും എന്താണ് ഇത് ഓർമ്മ വരുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ റൂളാണ് ഇനി വരുന്നത്. ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് ഒന്നാം നമ്പർ ക്രിയ അല്ലെങ്കിൽ V1 പ്ലസ് എന്താണ്? ഒബ്ജക്ട്. വേണ്ട, ഈ പുതിയ നിയമം കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പുതിയ നിയമമാണെന്ന് വെച്ച് വിഷമിക്കേണ്ട. ഇത് നമ്മുടെ ഈ പഴയ നിയമം, ഈ നിയമം തന്നെയാണ് കിടക്കുന്നത്, അല്ല? ഈ നിയമം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം സബ്ജക്റ്റ്, സബ്ജക്റ്റ്. രണ്ടാമത് വെർബ്, വെർബ്. മൂന്നാമത് ഒബ്ജക്റ്റ്,
ദ ഒബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് തന്നെയാണ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. പക്ഷെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ളത് എന്താണ്? സബ്ജക്റ്റിന് അപ്പം തന്നെ എന്താണ് ക്യാൻ എന്നുള്ള വാക്ക് പറയണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ക്രിയയുടെ കൂട്ടത്തില് V1 വെക്കണം. അല്ല, ക്രിയകളിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്രിയകളുടെ ഫാമിലിയില് V1 വെക്കാൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ക്യാൻ ഉപയോഗിച്ചുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് വാചകം ഉണ്ടാക്കാം. പക്ഷെ കോടിക്കണക്കിന് വാചകങ്ങൾ ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞേക്കണേ. അതില് ആദ്യത്തെ ഞാനിവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. എന്താണ്? മിനിക്ക് ഒരു നോവൽ എഴുതാൻ കഴിയുന്നു. ഈ കഴിയുന്നു എന്നതിന് പകരം കഴിയുന്നുണ്ട്, കഴിയും, പറ്റുന്നുണ്ട്, പറ്റും, പറ്റുന്നു, അല്ലെങ്കിൽ സാധിക്കുന്നു, സാധിക്കുന്നു, സാധിക്കും, എന്ത് വേണമെങ്കിലും പറയാം. എല്ലാത്തിനും എന്താണ്? ഒരേ അർത്ഥമാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അറിയാമോ? ഈ മലയാള വാചകത്തെ 4 പീസായി മുറിക്കണം. നമ്മൾ സാധാരണ ഇത്ര നാള് ഒരു മലയാള വാചകത്തെ 3 ആയാണ് മുറിച്ചത് അല്ലേ? എങ്ങനെയാണ് മുറിച്ചിരുന്നത്? ആദ്യം നമ്മൾ അറിയില്ലേ, ആദ്യം സബ്ജക്ട്. മിനി എന്ന് പറയുന്നതാണ് സബ്ജക്ട് അഥവാ കർത്താവ് അല്ലെ. മിനി ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പ്രവൃത്തി. മിനി എന്ന പ്രവൃത്തി എഴുതുക എന്നതാണ്. അതാണ് നമ്മുടെ വെർബ്. ഈ കർത്താവിന് ഈ പ്രവർത്തിക്കാൻ എന്താണ് വേണ്ടത്? മിനിക്ക് എഴുതണമെങ്കിൽ നോവൽ വേണമല്ലേ, നോവലാണ് എഴുതേണ്ടത്. ആ എഴുതാൻ വേണ്ടി എന്താണ് ആവശ്യമുള്ളത്? അതാണ് ഒബ്ജക്റ്റ്. സബ്ജക്ട്, ഒബ്ജക്ട്, വെർബ്. നമ്മൾ മുൻപ് എപ്പോഴും വാചകങ്ങളെ 3ആയി മുറിക്കുമ്പോൾ ആദ്യം എന്താ വരിക? ഓർമ്മയില്ലേ? ആദ്യം സബ്ജക്ട്, പിന്നെ ഒബ്ജക്ട്, പിന്നെ വെർബ്. കണ്ടോ? അതേപോലെ തന്നെ ഇനി നമുക്ക് ഈ അറ്റത്തിൽ വാക്ക് നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കഥാപാത്രമായ ആര്? കഴിയുന്നു. ആ വാക്കിന്റെ അടിയിൽ വരച്ച് എന്ത് ചെയ്യണം? അതിന് തുല്യമായ ഇംഗ്ലീഷ് വാക്ക് കഴിയുന്നു. അതിനുള്ള ഇംഗ്ലീഷ് വാക്ക് എന്താ? ക്യാൻ. അല്ല, ആ വാക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ക്യാൻ ഉപയോഗിച്ചുള്ള വാചകങ്ങളെല്ലാം തന്നെ 4 കഷ്ണമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വിഭജിക്കണം. ഇനി ഇവിടെ നോക്കുക, ഇവിടുത്തെ ക്രിയ ഏതാണ്? ക്രിയ എഴുതുവാൻ അല്ലെങ്കിൽ എഴുതുക എന്നുള്ള ക്രിയ. ആ ക്രിയയുടെ V1, V2, V3 എന്നിവ നമ്മൾ എഴുതണം. എന്താണ് എഴുതുന്ന ക്രിയയുടെ V1 റൈറ്റ്, V2 എന്താണ്? V2 wrote, V3 എന്താണ്? V3 return, V4 writes. അപ്പൊ നമുക്ക് V1 write, V2 wrote, V3 return, V4 writes. ഈ V5 ഉണ്ടല്ലോ, എന്താണ്? writing. V6 ഉണ്ടല്ലോ, എന്താണ്? to write. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ക്രിയകളുടെ V1, V2, V3 എല്ലാം ബൈ ഹാർട്ട് പഠിക്കണമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചില്ലെങ്കിൽ ഇതെല്ലാം ബുദ്ധിമുട്ടാകും. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മാഷ് പറയുന്നത് കൃത്യമായിട്ട് എന്താണ് പാലിക്കണം. ക്രിയകളുടെ 1, 2, 3 നിർബന്ധമായിട്ട് എന്താണ് പഠിക്കട്ടെ. അപ്പൊ നമ്മൾ എന്താണ് ഈ എഴുതാനുള്ള ക്രിയയുടെ V1, V2, V3 എഴുതി കഴിഞ്ഞ് ഇനി നമുക്ക് ഇംഗ്ലീഷ് വാചകം ഉണ്ടാക്കാം. ഇംഗ്ലീഷ് ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത എന്തറിയാമോ? നമുക്കിവിടെ മുൻപ് നമ്മള് ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പഠിച്ചിട്ടില്ലേ? നമ്മൾ ഈസ് ആറാം എടുത്ത കാലത്ത് ഓർമ്മയുണ്ട? കർത്താവ് ഏകവചനമാകുമ്പോൾ ഈസും, ബഹുവചനം യു എന്നിവയാകുമ്പോൾ ആറും, അയ്യാകുമ്പോൾ ആം ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? അങ്ങനെ വാസുകാരില് ഹാസ്യകാലം ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഇവിടെ ഇല്ല. കർത്താവിനനുസരിച്ച് ക്രിയ മാറുന്ന പരിപാടി ഇനി ഇല്ല. ഇവിടെ കർത്താവ് സബ്ജക്ട് ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും ഐ ആണെങ്കിലും യു ആണെങ്കിലും എന്താണ് ഈ ക്യാൻ തന്നെയാണ്, V1 തന്നെയാണ്. അല്ല, സബ്ജക്ട് ആര് വന്നാലും എന്താണ് ക്യാനുണ്ട്, V1 ഉണ്ട്. അപ്പൊ ആ പ്രശ്നം തീർന്നു കിട്ടിയില്ലേ? അതാണ് ഒരു ആശ്വാസവാക്യം. അപ്പൊ ഏത് സബ്ജക്ട് വന്നാലും അത് കഴിഞ്ഞ അപ്പൊ തന്നെ എന്താണ് ക്യാൻ പറയണം. മിനി ക്യാൻ, ഐ ക്യാൻ, യു ക്യാൻ, മിനി ആൻഡ് സിനി ക്യാൻ.
ഇനി നമുക്ക് ഇംഗ്ലീഷ് ആക്കാൻ പോകണം. നമുക്ക് ആദ്യം ചെയ്യണം സബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് ആരാ? നമ്മുടെ സബ്ജക്റ്റ് മിനിയാണ്. ഇനി രണ്ടാമത് ഏത് വാക്ക് എഴുതണം? ക്യാൻ എന്നുള്ള വാക്ക് എഴുതണം അല്ലേ. അപ്പൊ ക്യാൻ എന്നുള്ള വാക്ക് എഴുതി. ഇനി ക്രിയയുടെ ഫാമിലിയിലെ ഒന്നാം നമ്പർ ക്രിയ എഴുതാം. ഈ കുടുംബത്തിലെ ഒന്നാം നമ്പർ ആരാണ്? റൈറ്റ് അല്ലേ. 1, 2, 3 ക്രമത്തിലല്ലേ പോണേ. ഒന്നാമത് ആരാണ്? റൈറ്റ്. WRITE എന്താ? റൈറ്റ്. ഇനി എന്താ? സബ്ജക്റ്റ് എഴുതി മിനി. എന്നുള്ള വാക്ക് എഴുതിയത് ക്യാൻ. ഒന്നാം നമ്പർ ക്രിയ ആരാണ്? റൈറ്റ് എഴുതി. ഇനി ആരാണ് ബാക്കിയുള്ളത്? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ആരാണ് അവിടുത്തെ? അല്ല, ഒരു നോവൽ. നോവൽ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ വാചകം ഉണ്ടായി. എന്താ? മിനി ക്യാൻ റൈറ്റ് എ നോവൽ. മിനിക്ക് ഒരു നോവൽ എഴുതാൻ കഴിയുന്നു. മിനി ക്യാൻ റൈറ്റ് എ പോയം. മിനിക്ക് ഒരു കവിത എഴുതാൻ കഴിയുന്നു. മിനി ക്യാൻ റൈറ്റ് എ സ്റ്റോറി. മിനിക്ക് ഒരു കഥ എഴുതാൻ കഴിയുന്നു. മിനി ക്യാൻ റൈറ്റ് എ ലീവ് ലെറ്റർ. മിനി ക്യാൻ റൈറ്റ് എ ലവ് ലെറ്റർ. മിനി ക്യാൻ റൈറ്റ് എ പാരഗ്രാഫ്. മിനി ക്യാൻ റൈറ്റ് an essay ഉപന്യാസം. മിനി ക്യാൻ റൈറ്റ് SSLC examination. മിനി ക്യാൻ റൈറ്റ് +2 examination. മിനി ക്യാൻ റൈറ്റ് English examination. മിനി ക്യാൻ റൈറ്റ് Hindi examination. മിനി ക്യാൻ റൈറ്റ് എ ഹൊറർ നോവൽ. നോവലിനെ ഹൊറർ എന്ന് വിശേഷിപ്പിക്കും. അഡ്ജക്റ്റീവ്സ് എഴുതുന്നില്ലേ. ഭീകര നോവൽ എഴുതാൻ കഴിയുന്നു. മിനി ക്യാൻ റൈറ്റ് എ കോമഡി നോവൽ. എന്താ? മിനിക്കൊരു തമാശ നിറഞ്ഞ നോവൽ എഴുതാൻ കഴിയുന്നു. ഇപ്പൊ ഇതിനെ മാഷ എത്ര വാചകം പറഞ്ഞു അല്ലേ. ഇനി മിനി ഇങ്ങനെ എഴുതി മടുത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ റൈറ്റ് എന്ന ക്രിയക്ക് പകരം വേറൊരു ക്രിയയുടെ ഒന്നാം നമ്പർ വയ്ക്കും. നമുക്ക് കാര്യം ചെയ്യാം. റീഡ് എന്ന ക്രിയയുടെ ഒന്നാം നമ്പർ വയ്ക്കും. റീഡിന്റെ നമ്പറുകൾ എന്താ? റീഡ്, റെഡ്, റീഡ്സ്, റീഡിങ് അങ്ങനെ പോണേ. അപ്പൊ റീഡിന്റെ വീട്ടിലെ ഒന്നാമനാരാ? റീഡ് തന്നെ. റീഡിന്റെ അർത്ഥം എന്താ? വായിക്കുക അല്ലെങ്കിൽ വായിക്കുന്നു. അപ്പൊ നമുക്ക് മിനി ക്യാൻ റീഡ് എ നോവൽ. മിനി ക്യാൻ റീഡ് എ പോയം. മിനി ക്യാൻ റീഡ് എ ഡ്രാമ. മിനി ക്യാൻ റീഡ് എ സ്റ്റോറി. മിനി ക്യാൻ റീഡ് മനോരമ. മിനി ക്യാൻ റീഡ് മാതൃഭൂമി. മിനി ക്യാൻ റീഡ് ദീപിക. മിനി ക്യാൻ റീഡ് എ മലയാളം നോവൽ. മിനി ക്യാൻ റീഡ് ബാലരമ. മിനി ക്യാൻ റീഡ് പൂമ്പാറ്റ. മിനി ക്യാൻ റീഡ് ആൻ ഇംഗ്ലീഷ് നോവൽ. മിനിനെ കൊണ്ട് വായിപ്പിക്കാവുന്നത് മുഴുവൻ വായിപ്പിച്ചു കഴിയുമ്പോൾ കണ്ട ഇഷ്ടംപോലെ വായ്പ വേറെ ക്രിയ. ലവ് എന്ന ക്രിയയുടെ വീട്ടിലെ ഒന്നാമൻ കണ്ട. ലവ് എന്താ? സ്നേഹിക്കുക അല്ലെ. മിനി ക്യാൻ ലവ് പപ്പ. മിനി ക്യാൻ ലവ് മമ്മി. മിനി ക്യാൻ ലവ് മമ്മൂട്ടി. മിനി ക്യാൻ ലവ് മോഹൻലാൽ. മിനി ക്യാൻ ലവ് ബേർഡ്സ്. മിനി ക്യാൻ ലവ് ഫ്ലവേഴ്സ്. മിനി ക്യാൻ ലവ് പാരന്റ്സ്. മിനി ക്യാൻ ലവ് ഫ്രണ്ട്സ്. മിനി ക്യാൻ ലവ് ഹെർ സിസ്റ്റർ. എന്താ ഇവിടെ ഈ ലവ് എന്ന ക്രിയ കഴിഞ്ഞിട്ട് ഒടാനുകൂടി മനുഷ്യരെയൊക്കെ എന്താണ് ലവ് ചെയ്യിപ്പിക്കുക. ആയിരക്കണക്കിന് വസ്തുക്കളുണ്ട്, അതിനൊക്കെ ലവ് ചെയ്യിപ്പിക്കുക. അതിന് മിനി ലവ് ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ എന്താണ്? മിനിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക. അപ്പൊ എന്താണ്? ഡ്രിങ്ക്. എന്താ? മിനി ക്യാൻ ഡ്രിങ്ക് മിൽക്ക്. മിനി ക്യാൻ ഡ്രിങ്ക് കോഫി. മിനി ക്യാൻ ഡ്രിങ്ക് എന്താണ്? ടീ. മിനി ക്യാൻ ഡ്രിങ്ക് ജ്യൂസ്. മിനി ക്യാൻ ഡ്രിങ്ക് ലെമൺ ജ്യൂസ്. എന്താ? മിനിനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുന്ന എല്ലാം കുടിപ്പിക്കുക. മിനിക്ക് കുടിക്കാൻ കഴിയുമെന്ന് അർത്ഥം. ഇനി ഈ വേറെ എന്താണ്? ഈറ്റ്. എന്താ? മിനി ക്യാൻ ഈറ്റ് മാംഗോ. മിനി ക്യാൻ ഈറ്റ് ആപ്പിൾ തിന്നാൻ കഴിയും. മിനി ക്യാൻ ഈറ്റ് ഗുവ. മിനി ക്യാൻ ഈറ്റ് ഫുഡ്. മിനി ക്യാൻ ഈറ്റ് ബനാന. എനിക്ക് നേന്ത്രപ്പഴം തിന്നാൻ കഴിയും. എനിക്ക് ആപ്പിൾ തിന്നാൻ കഴിയും. എനിക്ക് പേരക്ക തിന്നാൻ കഴിയും. കണ്ടാ? ഇതെന്താണ്? മിനിനെ നാട്ടിൽ നമുക്ക് ഓടിക്കാം.
എന്താണ് പോവുക, ഗോ. കണ്ട, പോവുക എന്നൊക്കെ അർത്ഥം. വിനിക്കാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. എങ്ങട് ടു പാലക്കാട്. പാലക്കാടിന്, ഈ പാലക്കാടിന് കിട്ടാൻ വേണ്ടി അതിന്റെ മുമ്പിൽ ടു വശം നമ്മൾ വേറെ പാഠത്തിൽ എടുക്കുക കേട്ടോ. വിനിക്കാൻ ഗോ ടു എറണാകുളം, വിനിക്കാൻ ഗോ ടു ദുബായ്, വിനിക്കാൻ ഗോ ടു അമേരിക്ക, വിനിക്കാൻ ഗോ ടു ലോകത്തിലെ കോടാനുകോടി സ്ഥലങ്ങൾ. ഇനി എന്താണ് എന്താണ് അറിയില്ലേ? ഇനി എന്താണ് വിനിക്കാൻ റൈറ്റ് സ്റ്റഡി. വേറെ കണ്ട, വിനിക്കാൻ സ്റ്റഡി ഹിന്ദി, വിനിക്കാൻ സ്റ്റഡി ഇംഗ്ലീഷ്, വിനിക്കാൻ സ്റ്റഡി മലയാളം. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഏ ക്രിയ വയ്ക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന നൂറുകണക്കിന്, അല്ലെങ്കിൽ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് ക്രിയകൾ എന്താണ്? ഇങ്ങനെ മാറി മാറി വെക്കാന്ന് അർത്ഥം. ഞാൻ പറഞ്ഞില്ലേ, ഈസ് ഒരു കൊതുകാണ്, ക്യാൻ ഒരു ആനയാണെന്ന് പറഞ്ഞില്ലേ, ക്യാൻ ഇംഗ്ലീഷ് ഭാഷയിലെ മഹാമാന്ത്രികനാണെന്ന് പറഞ്ഞില്ലേ. കാരണം എന്താണ്? ഈസ് എത്ര കോടി വാചകം ഉണ്ടാക്കിയാലും അതിനെല്ലാം അവസാനം ആകുന്നു 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 എന്നുള്ള വരും അല്ലേ. ഇവിടെ അങ്ങനെയാണെന്ന് നോക്കിയേ. ക്യാൻ റൈറ്റ് എഴുതാൻ കഴിയും, ക്യാൻ റീഡ് വായിക്കാൻ കഴിയും, ക്യാൻ ലവ് സ്നേഹിക്കാൻ കഴിയും, ക്യാൻ ഡ്രിങ്ക് കുടിക്കാൻ കഴിയും, ക്യാൻ ഈറ്റ് തിന്നാൻ കഴിയും, ക്യാൻ ഗോ പോകാൻ കഴിയും, ക്യാൻ സ്റ്റഡി പഠിക്കാൻ കഴിയും, ക്യാൻ ഡ്രൈവ് വണ്ടി ഓടിക്കാൻ കഴിയും, ക്യാൻ സ്ലീപ്പ് ഉറങ്ങാൻ കഴിയും, ക്യാൻ ഡാൻസ് നൃത്തം ചെയ്യാൻ കഴിയും, ക്യാൻ സിംഗ് പാടാൻ കഴിയും, ക്യാൻ മേക്ക് ഉണ്ടാക്കാൻ കഴിയും, ക്യാൻ കിൽ കൊല്ലാൻ കഴിയും, ക്യാൻ സേവ് രക്ഷിക്കാൻ കഴിയും, ക്യാൻ ഹെൽപ്പ് സഹായിക്കാൻ കഴിയും. എന്താ എന്തെല്ലാം കാര്യങ്ങളാണ് മാറി മാറി പറയാൻ പറ്റുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് കണ്ടോ ഈ വെർബ് ഇങ്ങോട്ടുണ്ടല്ലോ, ഈ ട്രയല് നമുക്കറിയാവുന്ന നൂറുകണക്കിന് ക്രിയകളാണ് മാറ്റി മാറ്റി വയ്ക്കും. നമ്മൾ ഈ നൂൽപുട്ടുണ്ടാക്കണ ഒരു യന്ത്രം കണ്ടില്ലേ, ഒരു ഉപകരണം കൊണ്ട് അതിലെ മാവ് നിറച്ചിട്ട് എന്ത് ചെയ്യുന്ന പല ചില്ലുകളുണ്ട് അല്ലേ. ഒരു ചില്ല് ഇങ്ങനെ ഒരു വട്ടത്തില് ഒരു ചില്ലിട്ട് കഴിഞ്ഞാൽ എന്താണ്? വണ്ണം കുറഞ്ഞ നൂൽപുട്ട് വരും. വേറെ ചില്ലിട്ട വണ്ണം കൂടിയ നൂൽപുട്ട് വരും. വേറെ ചില്ലിട്ട മുറുക്കിന്റെ ഷേപ്പില്, വേറെ ചില്ലിട്ട കൊക്കുവട, അങ്ങനെ പല ഷേപ്പിൽ വരൂല്ലേ. ആ ചില്ല് ഇങ്ങനെ മാറി മാറി വെച്ചാൽ മതി. അതുപോലെ ഈ ക്രിയകൾ എന്താണ്? ഇങ്ങനെ മാറി മാറി വെക്കാന്ന് അർത്ഥം. എങ്ങനെ? നൂറുകണക്കിന് ക്രിയകൾ. ഇനി നോക്ക്, നമ്മൾ മിനി മാത്രമാണ് നാട്ടിലുള്ളത്. കൊടായൂടി മനുഷ്യല്ലേ. മമ്മൂട്ടി ക്യാൻ റൈറ്റ് എ നോവൽ, മോഹൻലാൽ ക്യാൻ റൈറ്റ് എ നോവൽ, രാജപ്പൻ ക്യാൻ റൈറ്റ് എ നോവൽ, സിന്ധു ക്യാൻ റൈറ്റ് എ നോവൽ, ഹേമ ക്യാൻ റൈറ്റ് എ നോവൽ, അരവിന്ദ് ക്യാൻ റൈറ്റ് എ നോവൽ. ലോകത്തുള്ള സകല കോടി മനുഷ്യരും നോവൽ വായിച്ചാൽ അത്ര കോടി വാചകങ്ങളായി അല്ല. ഇവിടെ എന്താണ്? കൊടായുടെ മനുഷ്യരുടെ പേര്, മൃഗങ്ങളുടെ പേര്, പക്ഷികളുടെ പേര് ഇങ്ങനെ മാറി മാറി. ഇവിടെ കോടിക്കണക്കിന് മാറി മാറി വയ്ക്കുക. ഇവിടെ ആ നൂറുകണക്കിന് ക്രിയകളിങ്ങനെ മാറ്റുക. അതിനനുസരിച്ച് എന്താണ്? ആയിരക്കണക്കിന് ഒബ്ജക്റ്റുകൾ മാറ്റിക്കൊണ്ടിരുന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയൂ, ക്യാൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന വാചകങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? കണ്ടോ? കൊടായോടി മനുഷ്യർക്ക് നൂറുകണക്കിന് ക്രിയകൾ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കാം. ഓബ്ജക്റ്റ് മാറ്റാം. എന്താ എത്ര മഹാശക്തിമായ ക്യാൻ നമ്മുടെ ഉള്ളപ്പോഴാണ് 4-5 വാചകങ്ങൾ ക്യാൻ ഉപയോഗിച്ച് ബൈഹാർട്ട് പഠിച്ച് കാണാപ്പടം പഠിച്ച് പലരും എന്താണ് തൃപ്തി അടഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കഴിവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇംഗ്ലീഷ് വാചകങ്ങൾ പറയുക എന്നുള്ളതാണ് അല്ലെ. ഈ ക്യാൻ കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ക്രിയ എന്താണ് പറഞ്ഞാൽ മതി. എന്താ? എനിക്ക് അവനെ എന്താണ് സഹായിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് അവനെ ഹിം. രാജുവിന് അമ്മയെ സ്നേഹിക്കാൻ കഴിയും. രാജു ക്യാൻ ലവ് മദർ. മമ്മൂട്ടിക്ക് ഒരു ബെൻസ് കാറ് ഓടിക്കാൻ കഴിയും. മമ്മൂട്ടി ക്യാൻ ഡ്രൈവ് എ ബെൻസ് കാർ. മോഹൻലാലിന് ഒരു ലംബോർഗിനി വാങ്ങാൻ കഴിയും. മോഹൻലാൽ ക്യാൻ ബൈ എ ലംബോർഗിനി.
എന്റെ അമ്മാവന് പാമ്പുകളെ കൊല്ലാൻ കഴിയുന്നു. My uncle can kill snakes. എന്റെ അച്ഛന് ഒരു ഹിറ്റാച്ചി ഓടിക്കാൻ കഴിയുന്നു. My father can drive a Hitachi. എന്താ പറയേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. പിന്നീട് എന്ത് വേണമെങ്കിലും പറയാം. കണ്ടോ, കേൻ മഹാമാന്ത്രികനാണ്. ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കാര്യം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ച അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് കാണാപ്പഴം പഠിക്കാണ്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ എന്താ, ഇനി നിങ്ങൾ എടുക്കുകയാണ് ആവശ്യമുള്ള സബ്ജക്റ്റ് മാറി മാറി വെക്കുക. രണ്ടാമത് ക്യാൻ പറയുക. മൂന്നാമത് എന്ത് ക്രിയയാണ് ആ സബ്ജക്റ്റ് ചെയ്യേണ്ടത്, ആ ക്രിയയുടെ 1-ാം നമ്പർ വെക്കുക. അതിനനുസരിച്ചുള്ള എന്താണ് ഓബ്ജക്റ്റ് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞ വാചകങ്ങളെല്ലാം എന്താണ് പോസിറ്റീവ് വാചകങ്ങളാണ്. ഇനി നമുക്ക് നെഗറ്റീവ് പറയേണ്ടത്. നെഗറ്റീവ്, എനിക്ക് ഒരു നോവല് എഴുതാൻ കഴിയുന്നില്ല. എന്താ എനിക്ക് കഴിയുന്നില്ല. ഇനി ഒരു പോസിറ്റീവ് ചോദ്യമുണ്ടല്ലോ, നമുക്കറിയില്ല. എന്താ, എനിക്ക് ഒരു നോവൽ എഴുതാൻ കഴിയുമോ? എന്താ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താ, എനിക്കൊരു നോവൽ എഴുതാൻ കഴിയുന്നില്ലേ? എന്താ അപ്പൊ എത്രയും 4 ഇരട്ടിയില്ല. അപ്പൊ തന്നെ ഞാൻ ഈ പോസിറ്റീവ് വാചകമാണ് മാനസിക കോടിക്കണക്കിന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇതിനൊക്കെ നെഗറ്റീവ് ഉണ്ട്, ഇതിനെല്ലാം പോസിറ്റീവ് ചോദ്യമുണ്ട്, ഇതിനെല്ലാം നെഗറ്റീവ് ചോദ്യമുണ്ട്. പിന്നെ 9 തരം ഉത്തരങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതിനൊക്കെ 7 തരം ഉത്തരം പറഞ്ഞല്ലേ. ഇനി അങ്ങനെയല്ല, 9 തരത്തിലുള്ള ഉത്തരങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എന്താണ് മാസം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ക്യാൻ ഉപയോഗിച്ച് കഴിവിന്റെ പരമാവധി എന്താണ് വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ എന്താണ് ഡ്യൂട്ടിയാണ്. അടുത്ത ക്ലാസ്സിൽ എന്താണ് നമുക്ക് നെഗറ്റീവും പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ് ഉണ്ടാക്കാൻ എന്താണ് സാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.